വീണ്ടും ഒരു പെന്തക്കൊസ്തി തിരുനാൾ സമാഗതമായി. നമ്മുടെ കർത്താവിൻ്റെ മരണോത്ഥാനത്തിൻ്റെ പൂർത്തീകരണമാണ് അവിടുത്തെ ഉത്ഥാനത്തിൻ്റെ 50-ാം ദിവസം സമാഗതമായ പെന്തക്കൊസ്തി സംഭവം. ജോയൽ പ്രവാചകൻ പ്രവചിച്ചതുപോലെയും ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിനെന്ന യേശു മിശിഹായുടെ വാഗ്ദാനവും പൂർത്തീകരിച്ചുകൊണ്ട് എല്ലാവരുടെയും മേൽ ദൈവമായ കർത്താവ് തൻ്റെ ആത്മാവിനെ വർഷിച്ചു. സഭയിലും ലോകം മുഴുവനിലും പരിശുദ്ധാത്മാവിൻ്റെ നിത്യനവമായ അനുഭവം പ്രദാനം ചെയ്യുന്ന ഒരു പുതുയുഗ പിറവിയാണ് ക്രിസ്തു സംഭവത്തിൻ്റെ പൂർത്തീകരണമായ പെന്തക്കൊസ്തി സംഭവം. അപ്പോസ്തല പ്രവർത്തനം 2:1 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ പെന്തക്കൊസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. സഭയ്ക്ക് നൽകപ്പെട്ട നിത്യമായ ദൈവിക ദാനത്തെയാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. ദൈവജനത്തിൻ്റെ ദൈവോന്മുഖ പ്രയാണത്തിൽ അവരെ വിശുദ്ധീകരിച്ചു വളർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. വിശ്വാസത്തിലും സ്നേഹത്തിലും അവരെ ഒരുമിപ്പിക്കുന്നതും അവരെ ആത്മീയ ആനന്ദത്താൽ പൂരിതരാക്കുന്നതും പരിശുദ്ധ റൂഹ തന്നെയാണ്. പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി വർഷിച്ചുകൊണ്ട് ചിതറിക്കപ്പെട്ട തൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ദൈവം ജെറുസലേമിൽ ഒന്നിപ്പിച്ചു. അതുപോലെ കർത്താവ് തൻ്റെ ജനത്തെ മുഴുവനും ഒന്നിച്ചു ചേർക്കുന്ന നവമായ ഒരു പെന്തക്കൊസ്തി അനുഭവം ഇന്ന് പുതിയ ഇസ്രായേലായ ക്രൈസ്തവ സമൂഹത്തിലും അനിവാര്യമത്രേ. ഇസ്രായേൽ ജനത്തിന് ദൈവത്തിൻ്റെ ദാനമായ കൽപ്പനകൾ നൽകുന്നതിന് മുമ്പായി മോശ സീനായി മലയിലേക്ക് കയറി മേഘത്തിനുള്ളിൽ പ്രവേശിച്ച് ദൈവസന്നിധിയിലേക്ക് കയറി. അതുപോലെ തൻ്റെ ശിഷ്യഗണത്തിന് പരിശുദ്ധാത്മാവാകുന്ന ദാനം നൽകുന്നതിന് മുമ്പ് പരമപിതാവിൻ്റെ സന്നിധിയിലേക്ക് യേശു സ്വർഗാരോഹണം ചെയ്തു. സീനായി മലയിൽ വെച്ച് മോശയിലൂടെ കൽപ്പലകകളിൽ എഴുതിയ കൽപ്പനകൾ നൽകിയെങ്കിൽ പുതിയ മോശയായ യേശു വഴി ദൈവം നൽകിയ ദാനം ഹൃദയഫലകങ്ങളിൽ എഴുതിയ ദൈവാത്മാവാകുന്ന നിയമമാണ്. സീനായി മലയിലുള്ള ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണം പഴയ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ ഉടമ്പടി ജനത്തെ രൂപപ്പെടുത്താനും വിശുദ്ധീകരിക്കാനും ശക്തിപ്പെടുത്താനുമായിരുന്നെങ്കിൽ പെന്തക്കൊസ്തി ദിനത്തിലെ ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണവും പരിശുദ്ധാത്മദാനവും പുതിയ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ സഭയെ രൂപപ്പെടുത്താനും വിശുദ്ധീകരിക്കാനും ശക്തീകരിക്കാനും വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കാനുമായിരുന്നു. പഴയത് പുതിയതിൻ്റെ അഥവാ യേശുവിലൂടെ പൂർത്തിയാക്കാനുള്ളതിൻ്റെ സൂചന മാത്രമായിരുന്നു.